ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു, നമ്മൾ കടുത്ത നിരാശയുടെ നടുവിലൂടെ പോവുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഒരുപാട് പിഴവുകൾ പറ്റി കടുത്ത നിരാശയിലൂടെ കടന്നു പോവുകയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാം. മുന്തിരി ചീഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഈച്ചകൾ വന്നുകൂടും. നമുക്ക് വളരെ അസഹനീയമായി തോന്നിയേക്കാം. ആ ചീഞ്ഞ മുന്തിരി എന്തിനാണെന്നറിയോ? മേൽത്തരം വൈനായി മാറാൻ വേണ്ടിയാണ് ആ മുന്തിരി ചെയ്യുന്നത്. നിങ്ങളുടെ അനർത്ഥങ്ങളുടെ കാലഘട്ടങ്ങളിൽ, നിങ്ങളുടെ തകർച്ചകളുടെ കാലഘട്ടങ്ങളിൽ നിങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ തെറ്റുകളെ മനുഷ്യരിട്ട് വലിച്ചു കീറിയേക്കാം. പൊതുജന മധ്യത്തിൽ നിങ്ങൾ അപഹാസ്യരായി തീർന്നേക്കാം. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല. ഒരുപാട് തെറ്റ് ചെയ്ത പാപിനിയായ മഗ്ദലക്കാരി മറിയെ ചേർത്ത് പിടിച്ചവനാണ് കർത്താവ്. ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട ആവശ്യമില്ല, തകർന്നു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വലിയൊരു പദ്ധതി നിങ്ങളോടൊപ്പമുണ്ട്. സങ്കീർത്തന പുസ്തകം 71 അധ്യായം 20 വാക്യം പറയുകയാണ്, അവൻ എനിക്ക് പുതിയ ജീവൻ നൽകും, അവിടുന്ന് ഭൂമിയുടെ ആഴത്തിൽ നിന്ന് എന്നെ കരകയറ്റും. പ്രിയമുള്ളവരെ, നിനക്കൊരു പുതിയ ജീവനുണ്ട്. നീ ഭാരപ്പെടേണ്ട, നീ തകർന്നു പോകണ്ട. ദൈവം നിന്റെ മേൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ കരത്തോട് ചേർന്ന് നിൽക്കാം. അവനിൽ മാത്രം ആശ്രയം വെക്കാം. യേശുക്രിസ്തു നിന്റെ രക്ഷകനാണ്. അവൻ ഏക രക്ഷകനാണ്, ലോകത്തിന്റെ രക്ഷകനാണ്. രക്ഷ നൽകുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മളുടെ തെറ്റുകൾ, നമ്മളുടെ പിഴവുകൾ, അത് കർത്താവ് പുറത്ത് നമ്മളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ഒരു കൈപ്പിഴയാണ് പെൻസിലിൻ എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചത്. നിങ്ങളുടെ തകർച്ചകളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ക്ലേശകാലത്ത്, ക്ഷാമകാലത്ത്, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, കണ്ണുനീരിന്റെ കാലഘട്ടത്തിൽ, കടബാധ്യതകളുടെ കാലഘട്ടത്തിൽ, നിരാശയുടെ പടുകുഴി അവൻ ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് കയറ്റി. ഇനി ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, കഷ്ടതയില്ല എന്ന് തിരുവചനം ഓർപ്പിക്കുന്ന പോലെ നിന്റെ പ്രയാസങ്ങളും, നിന്റെ ദുഃഖങ്ങളും, നിന്റെ ദുരിതങ്ങളും, നിന്റെ കണ്ണുനീരുകളെല്ലാം അവൻ മാറ്റിത്തരും. യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം ചേർന്ന് നിൽക്കാൻ സാധിക്കും. കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.